ഇങ്ങനെയല്ല എനിക്ക് ജീവിക്കേണ്ടത്, എൻ്റെ ജീവിതം മാറണം എന്ന് നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം കാണുമ്പോഴോ ആയിരിക്കാം ഈ ചിന്ത വരുന്നത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, അത് സാധ്യമാണ്. അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള കഴിവും അവൻ തന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റത്തിന് ഒരു നിശ്ചിത സമയം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാകണം. നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് എല്ലാം മാറുമെന്നാണ്. എന്നാൽ 1 മാസവും 2 മാസവും ഒക്കെ കൃത്യമായ പ്ലാനിങ്ങോടെ അധ്വാനിച്ചാൽ മാത്രമേ മാറ്റം തുടങ്ങൂ. തുടക്കമാണ് എപ്പോഴും പ്രയാസം. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഊർജം വേണ്ടത്. അത് ഓടിത്തുടങ്ങിയാൽ പിന്നെ എളുപ്പമാണ്. നിങ്ങൾ ഒന്ന് ധൈര്യപ്പെട്ടു തുടങ്ങി നോക്കൂ, ബാക്കി കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. നമ്മൾ അലസമായിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെടുന്നത് ലക്ഷക്കണക്കിന് അവസരങ്ങളാണ്. എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോഴും സത്യത്തിൽ നമുക്ക് ചുറ്റും അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകത്തെവിടെയുമുള്ള അറിവ് നേടാനും ജോലി ചെയ്യാനും സാധിക്കും. പക്ഷെ നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്? പ്രയോജനമില്ലാത്ത കുറേയധികം വീഡിയോകൾ കണ്ടും മറ്റുള്ളവരുടെ ജീവിതം നോക്കിയും. അവസരങ്ങൾ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, കണ്ണു തുറന്നു നോക്കണം. നമ്മുടെ ജീവിതം മാറ്റാന് ഒരാൾ രക്ഷകനായി വരുമെന്ന് കരുതി കാത്തിരിക്കരുത്. അത് നിങ്ങളുടെ ഉപ്പയാകാം, ഭർത്താവാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാകാം. അവരൊക്കെ സഹായികളായേക്കാം. പക്ഷേ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമി ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ നിങ്ങൾ തന്നെ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു ഒരു ജനവിഭാഗത്തിൻ്റെയും അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. അള്ളാഹുവിൻ്റെ നിയമം വ്യക്തമാണ്. നീ നിന്നെ മാറ്റാൻ ശ്രമിച്ചാൽ മാത്രം ഞാൻ നിന്നെ സഹായിക്കാം. നമ്മളെ തളച്ചിടുന്ന മറ്റൊരു വലിയ ചങ്ങലയാണ് മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയം. ഒരു കാര്യം തുടങ്ങുമ്പോൾ ആളുകൾ കളിയാക്കുമോ, വീട്ടുകാർ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കും. എന്നാൽ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെയല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് ആ ഭയം അങ്ങോട്ട് മാറ്റിവെക്കുക. നമ്മൾ പരാജയപ്പെട്ടാലും വിജയിച്ചാലും അവസാനം മറുപടി പറയേണ്ടത് അള്ളാഹുവിനോടും നമ്മളോടും തന്നെയാണ്. ഈ ലോകത്തുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. പരാജയപ്പെടുമെന്ന പേടി കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പരാജയം. പേടിക്കേണ്ടത് പരാജയത്തെയല്ല, മറിച്ച് ഒന്നും ചെയ്യാതെ ആയുസ് തീർന്നു പോകുന്നതിനെയാണ്. എന്തും ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്നതാണ് പ്രധാനം. ഇതാണോ എൻ്റെ മേഖല എന്ന സംശയമുണ്ടോ എങ്കിൽ അത് ചെയ്തു നോക്കൂ. ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഒന്നിക്കിൽ നിങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ അതൊരു പാഠമാകും. പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അന്ന് സങ്കടമുണ്ടാകും. പക്ഷെ കാലം കഴിയുമ്പോൾ അന്ന് ഞാനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന കുറ്റബോധം നിങ്ങൾക്കുണ്ടാവില്ല. ആ പരിശ്രമമാണ് നിങ്ങളുടെ അന്തസ്സ്. ഭാവി എന്നത് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരു ഇരുട്ടായിരിക്കാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അള്ളാഹുവിലെ ഭാരമേൽപ്പിക്കുക. വലിയ റിസ്കുകൾ എടുക്കാൻ പേടിച്ച് സേഫ് സോണിൽ മാത്രം ഇരുന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല. അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്, അവ സൃഷ്ടിക്കുക. ആരോടെങ്കിലും ചോദിച്ചാൽ കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കരുത്. പഠിക്കാനും ചോദിക്കാനും ഒട്ടും മടി കാണിക്കരുത്. നിങ്ങൾ ഇന്ന് നടത്തുന്ന ഒരു ചെറിയ പരിശ്രമമുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ആ ചെറിയ മാറ്റം, അതാണ് നാളെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല, പക്ഷേ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.